അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് എൻ്റെ റൂമും ഇന്ന് ശനിയാഴ്ചയില്ല, ഞാൻ റൂമിലുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാട്ടാ. അപ്പോൾ ഇത് റൂം നേരെ കാണുന്നത് അയൺ ചെയ്യാനുള്ള സ്ഥലം, പിന്നെ അവിടെ ആൾക്കാർ ഉറങ്ങണുണ്ടാവും, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എൻ്റെ റൂം വരുന്നത് ഇതാട്ടാ, ഈ കാണുന്നത് റൂം. അതിന് മുമ്പ് കിച്ചണ് ശനിയാഴ്ച ആയതുകൊണ്ടും ആൾക്കാരൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം 28 പേരുണ്ടായിരുന്നു, ഇപ്പോൾ 15 പേരൊക്കെ ഉള്ളു. അപ്പോൾ അതുകൊണ്ട് കുക്ക് ചെയ്യാനൊന്നും അധികം ആരുമില്ല. അങ്ങനെ റൂമിൽ ഇപ്പോൾ ഞങ്ങൾ 5 പേര്, ആദ്യം 8 പേരൊക്കെ ഉണ്ടായിരുന്നത്, 5 പേരുള്ളൂ. എല്ലാം സിംഗിൾ ബെഡാണ്, കണ്ടില്ല, എല്ലാം സിംഗിളാക്കി. ബർത്ത് ഉണ്ടായിരുന്നൊക്കെ കട്ട് ചെയ്തിപ്പോൾ എല്ലാം സിംഗിളാക്കി വരും. ഇതിലൊരാൾ ഇതുണ്ടാ എൻ്റെ ബെഡ് ആണ്, നമ്മുടെ ഇടത്താവളം. ഇത് നമുക്ക് എടുക്കുമ്പോഴൊരു സുഖം പ്രവാസികൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മളെ കട്ടുമ്പോൾ കയറുമ്പോഴുള്ള സുഖം. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാർ കേട്ടാ. ഇത് സിറാജ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തിൻ്റെ കട്ടിലാണത്. അവൻ്റെ അളിയനുണ്ട്, പിന്നെ ഒരു അച്ചായൻ മൂപ്പര അളിയനുണ്ട്. പിന്നെ അറ്റാച്ച് ബാത്റൂമുണ്ട്. ഒന്നുമില്ല, ബാത്റൂം ക്ലീൻ ചെയ്യണ സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അധികം കാണിക്കാത്തത്. ഇന്നും നാളൊക്കെ ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാം. ശനി ഞായറൊക്കെയായിട്ടാണ് ക്ലീനിങ്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് അറ്റാച്ച് ബാൽക്കണി വരുന്നുണ്ട് കേട്ടോ. ഇത് മാസ്റ്റർ റൂമാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാൽക്കണി കേട്ടോ. അത്യാവശ്യം വലിപ്പമുണ്ട്. ജഷ്ണമാലിൻ്റെ നേരെ ഫ്രണ്ടിലാട്ടാ, ബർഷയിൽ, ദുബായിലുള്ളവർക്കറിയാം. അപ്പോൾ ഞാൻ ആദ്യം ഖത്തറിലായിരുന്നുണ്ടേ, നമ്മളെ ഖത്തർ ഫ്രണ്ട്സും കുറച്ച് വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്കും കൂടെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയണത്. അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചൂടിങ്ങനെ ചെറുതായിട്ട് കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വെള്ളിയാഴ്ച ഞാൻ വൈകിട്ടൊന്ന് പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു. ഹ്യൂമിഡിറ്റി, ചെറിയ ഹ്യൂമിഡിറ്റിട്ടാ, പറയാനൊന്നും ഉണ്ടായില്ല, കാര്യം പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ റൂമിൽ ചെറിയ കാർപ്പറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കിട്ടിയപ്പോൾ. അങ്ങനെ ഇപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ആരും ഇല്ല റൂമിൽ, ഞാൻ മാത്രമേ ഉള്ളൂ. ഇതുണ്ട് എൻ്റെ കട്ടിൽ. അങ്ങനെ ഞാൻ കുറച്ച് ഇതുണ്ട് നമ്മളെ ചോറ്, ഇത്ര മതി, ഇത്രയായിട്ട് ഞാൻ ഇടാറ് എപ്പോഴും ചോറിനെ. പിന്നെ കുറച്ച് അയിലക്കറി ഉണ്ട്, അപ്പോൾ അത് കൂട്ടി അടിക്കാൻ വെച്ച്. പിന്നെ റൂമിൽ കയറി ഇസ്തിരിപ്പെട്ടി ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. അത് ഇവർ തന്നെ വാങ്ങിക്കണതാണ് കേട്ടോ, നമ്മളല്ല. അപ്പോൾ പഴയത് ഞാനാണ് വാങ്ങിച്ചത്. അത് ഞാൻ റെൻ്റിൽ നിന്ന് കിഴിക്കും. അപ്പോൾ ഇതുമ്പോൾ കുറച്ച് പഴയത് കരിയുള്ള കാര്യം ഞാനത് ക്ലീൻ ചെയ്യായിരുന്നു. ഇതുണ്ട് അച്ചാറ്, പുളിയച്ചാറൊക്കെ, പുളിപ്പൊടി അതൊക്കെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ ഇതും ടയൻ ബോക്സിൻ്റെ ലാസ്റ്റ്. അപ്പോൾ നമ്മൾ റൂമിലുള്ള പയ്യൻറ്റാ, മൂപ്പരെ കാണാൻ ആരെപ്പോഴും